ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ തമ്മിലൊക്കെ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഈ മണിത്താറാവ്. അപ്പോൾ ഈ മണിത്താറാവ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ രീതിയിൽ പറയുകയാണെങ്കിൽ പ്ലെയിൻ ഡക്ക്, അതായത് ഫ്ലൈയിങ് ഡക്ക്. അപ്പോൾ എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അങ്ങനെയൊന്നും അറിയില്ല. അപ്പോൾ ഈ മണിത്താറാവ് എന്ന് പറയാൻ കാരണം തന്നെ ആ മൂക്കിൻ്റെ, അതായത് അവിടെ കുറേ മണികൾ അതാണ് തോന്നുന്നത്. അപ്പോൾ കുറേ ഇതിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, ഇത് ചോദിച്ചപ്പോൾ ഇങ്ങനെ മനസ്സിലായത്. അപ്പോൾ മണിത്താറാവ് അത് ഈ ഫ്ലൈൻ്റെയൊക്കെ ഏകദേശം ഒരു തെങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ പാറും. അപ്പോൾ ആ ഒരു രീതിയിലാണ് കുറേ പേരും ഈ ഒരു മേഖലയ്ക്ക് വരാത്തത്. ഇതിപ്പോൾ ആകെ 3 ഉള്ളൂ, ആണും പെണ്ണും, 2 പെണ്ണും ഒരാണും. അപ്പോൾ ഈ പാറുന്നൊരു കാര്യം ഉണ്ടായത് കൊണ്ടാണ് ഇവരെ വളർത്താൻ അധിക പേരും മടിക്കുന്നത്. അപ്പോൾ ഇത് അങ്ങനൊന്നുമില്ല, ജസ്റ്റ് ഒരു കുറച്ച് ദിവസം നല്ല രീതിയിൽ ഇണക്കി വളർത്തിയാൽ, അതായത് കുട്ടിയാവുമ്പോൾ തന്നെ വാങ്ങുന്നതായിരിക്കും നല്ലത്. ഇതിപ്പോൾ വലുതായിട്ടാണ് ഇപ്പോൾ വാങ്ങിയത്, അപ്പോൾ കുറച്ച് ഇപ്പോഴാണ് കൊണ്ടുവന്നിട്ടിട്ടുള്ളൂ. അപ്പോൾ അങ്ങനത്തെ വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടികളെ വാങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ അത് കുറേ പറയുന്നുണ്ട് അല്ലേ, സോറി, എപ്പോഴും ഇങ്ങനെ പറഞ്ഞ് ശീലമായതാണ്. അപ്പോൾ ഇതിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ വിഷ്വൽസും വീഡിയോസും അങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ആണെന്ന് പറയുന്നത് നല്ല തടി ഉണ്ടാകും. അതുപോലെ തന്നെ ഈ ആണിന് നല്ല വെയിറ്റ് എന്ന് പറയുന്നത് 4 മുതൽ 6 കിലോ വരെയാണ് തോന്നുന്നു. അതുപോലെ തന്നെ പെണ്ണിന് 2 മുതൽ 4 വരെ, ആ ഒരു രീതിയിൽ അതിൻ്റെ കിലോന് തൂക്കം തോന്നുന്നു, വെയിറ്റ് അതാണ് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ വേറൊരു കാര്യം എന്ന് പറയുമ്പോൾ നമുക്കിതിൻ്റെ മൂക്കല്ല, മണിത്താറാവ് അതാണ് പറയാൻ കാരണം തോന്നുന്നു. ഇത് ഏകദേശം മുട്ടടാനായതാണ്. അപ്പോൾ ഇതിനിപ്പോൾ കൊണ്ടുപോയിട്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിനെ കോഴിക്കളപ്പാണ് ഇട്ടത്. ഇതിന് നല്ലൊരു കൂടും സെറ്റായിട്ടില്ല, അതായത് പാറാനൊന്നും പറ്റൂലല്ലോ. അപ്പോൾ പാറാത്ത രീതിയിൽ ഒരു നല്ല കൂട് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് ദിവസം ഇതിലൊന്ന് നല്ല ഇതിൽ സെറ്റാക്കട്ടെ. അപ്പോൾ ഇത് കോഴിക്കളി കൊത്തുന്നില്ല, കോഴിക്കൾ ഇതിലും കൊത്തില്ല. അതായത് കോഴിക്കൾ ഇതിനെ കൊത്തുകയാണെങ്കിൽ തന്നെ ഇതിനെ ആക്രമിക്കാനുള്ളൊരു ശേഷിയുണ്ട്. ഇതിപ്പോൾ നമ്മൾ വേറെ താറാവിൻ്റെ ഒപ്പം ഇടുകയാണെങ്കിൽ ഇപ്പോൾ എനിക്ക് ഇതിന് ആവശ്യമുണ്ട്. അതായത് ഈ ഞങ്ങളെല്ലാം വേറെ താറാവുകൾ നല്ല രീതിയിൽ ഈ ഐറ്റേക്ക് കൊടുക്കുന്ന തീറ്റയൊക്കെ കാക്കച്ചികളെ തിന്ന്. അപ്പോൾ ഈ കാക്കച്ചികളെ ഒഴിവാക്കാനുള്ള ശേഷി ആ താറാവുകൾക്കില്ല. അതായത് കുട്ടനാടൻ താറാവ് അങ്ങനത്തെ താറാവിനൊന്നും ആ ശേഷിയില്ല. അപ്പോൾ ഇവർക്ക് കാക്കകളെ പാറിക്കുക അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ പിന്നെ ഇവർക്ക് രോഗം വരില്ല, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ തീറ്റ എന്ന് പറയുമ്പോൾ ഫീഡിങ് നിങ്ങൾക്ക് അടുക്കള വേസ്റ്റ്, അതായത് പച്ചക്കറി, രാത്രി പഴങ്കഞ്ഞി, അതുപോലെ തന്നെ ഒഴിവാക്കുന്ന ചോറ്, കോഴിക്ക് കൊടുക്കുന്ന തീറ്റയും എന്തും ഇവർക്ക് കൊടുക്കുക. പിന്നെ ഇവരെ കുട്ടികൾക്കായാലും വലിയവർക്കായാലും കൊടുക്കുമ്പോൾ എന്ത് തീറ്റ കൊടുക്കുകയാണെങ്കിലും ജസ്റ്റ് വെള്ളം ചേർത്തതിന് ശേഷം കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അരി, ഗോതമ്പ് അങ്ങനത്തെ ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തൊണ്ടയിൽ കൊടുക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പോൾ വെള്ളത്തോട് കൂടിയാണ് നല്ല രീതിയിൽ അവർക്ക് ഫീഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ ഞാൻ ഇതിൻ്റെ പുറമെ ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുമ്പോൾ എങ്ങനെ പറയാം, അത് ഞാൻ ഉണ്ടാക്കിയ സൗണ്ടാണ്. ആ ഒരു രീതിയിലാണ് ഇവരെ സൗണ്ട് കിട്ടുന്ന പ്രയാസമാണ്. അതായത് ഈ പുറത്ത് ടർക്കിയും ഗീനിയും എല്ലാവരും ഉണ്ടാകുമ്പോൾ അവരുടെ സൗണ്ട് ഇതിൽ ക്ലിയറായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സൗണ്ടിലാണ്, വലിയ സൗണ്ട് ഡിസ്റ്റർബൻസ് ഒന്നുമില്ല. അത് ക്വാക്ക് ആ ഒരു രീതിയിലൊന്നുമില്ല. ഇവർക്ക് നല്ല രസമാണ് ഇവർ പോകുന്നത് കാണാൻ. ആണ് വല്ലേ പോവുള്ളൂ, അതുപോലെ തന്നെ പെണ്ണ് നല്ല സ്പീഡിൽ പോകും. അങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ സാധിച്ചത്. പിന്നെ ഇവർക്ക് ഇവരെ കൂട്ടിലൊരു നല്ല രീതിയിൽ സെറ്റപ്പ് ചെയ്തിരിക്കണം, കൂടൊക്കെ മുട്ടടാനൊക്കെ. അപ്പോൾ അതിലേക്ക് വരാം. ഇവരപ്പം വാങ്ങിയത് തന്നെയാണ് ഈ താറാവിൻ്റെ കുഞ്ഞുങ്ങളാണ്. ഇത് നാറാവ് താടാനാണ്, നാടൻ താറാവാണ്. ഇവർ നല്ല രീതിയിൽ കുളിക്കല്ല, നല്ല രീതിയിൽ തീറ്റ തിന്നുന്നുണ്ട്. ഇതിപ്പോൾ കൊണ്ടുപോയിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ കുളത്തിലേക്കൊക്കെ ഇറക്കാൻ കഴിയുള്ളൂ. ഇവിടെ തന്നെ കുളത്തേക്ക് വെള്ളം വെച്ചതാക്കിയാൽ ഈ കൂടാക്കാൻ നാശമാകും, മണക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞു മുട്ടടും. മുട്ടൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇവർ തന്നെ മുട്ടയിടും. ആ മുട്ട നമ്മൾ അഥവാ എടുത്ത് കഴിഞ്ഞാൽ അവർ പിന്നെ ആ മുട്ട ഇടില്ല. അങ്ങനല്ല, നമുക്ക് വേണ്ടി മുട്ട എടുത്താൽ നമുക്ക് ഇവരുടെ സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ ഇവർക്ക് വേണ്ടി ഒരു തടം ഒരുക്കി കൊടുക്കുക. അതായത് മുട്ടയിടാൻ എല്ലാത്തിനും ഒരു തടം ഒരുക്കി കൊടുക്കുക. എന്നിട്ട്
ഞാൻ ജസ്റ്റ് ഇതിൻ്റെ തട ഒരുക്കുന്നതൊക്കെ ഞാൻ വീഡിയോ ആണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ഇവർ എന്താ ഇറക്കും, ഇങ്ങോട്ട് ഇവരെ തൂവലൊക്കെ പൊളിച്ചിട്ട് അതിൽ നല്ല രീതിയിലൊരു കമ്പിളി പോലെ ഉണ്ടാക്കും. എന്നിട്ട് അതിൽ ഓരോ മുട്ട ഇടും. ആ മുട്ട ഇടുന്നത് മുട്ട ഇടുമ്പോൾ സാധാരണ ഈ കോഴിക്കളൊക്കെ മുട്ട ഇടുമ്പോൾ ആ മുട്ട ഇട്ടപ്പോൾ തന്നെ നമ്മൾ അരിയിലോ എന്തിലെങ്കിലും പൂത്തി വെച്ച് എടുത്ത് കാണാൻ സാധാരണ. അപ്പോൾ ഇവർ മുട്ട ഇട്ടാൽ അത് എടുത്ത് വെക്കരുത്, അത് ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് അവർക്ക് എന്താ മുട്ട ഇട്ട് കഴിഞ്ഞ ടൈമിൽ അവർ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ അവർ തന്നെ അവിടെ ഇരിക്കുന്നതാണ് വേറൊരു സവിശേഷത. അവർ തന്നെ നല്ല രീതിയിൽ അടയിരുന്ന് കുഞ്ഞുങ്ങളൊക്കെ ഒരു 2-3 മാസമൊക്കെ അവർ നല്ല രീതിയിൽ നോക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഇവർക്ക് വേറെ ഇതിലാണ്ട് നല്ല രീതിയിൽ വിട്ടുകൊടുത്തു. പിന്നെ ഇവർക്ക് വെള്ളം അത്യാവശ്യം എന്ന് പറയുമ്പോൾ നല്ല കുടിവെള്ളം നമ്മൾ കുടിക്കുന്നത് പോലെ തന്നെ ആയിട്ട് തന്നെ അവർക്കും കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ചളിവെള്ളം കൊടുക്കുക എന്ന് പറയുമ്പോൾ അവർക്കുണ്ടല്ലോ, അവരും പ്രാണികളല്ലേ. അപ്പോൾ അവർക്കും അങ്ങനത്തെ കുറച്ച് ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തെങ്കിലും പറയാൻ വിട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമുക്ക് വേറെ വീഡിയോ ആയിട്ട് സെറ്റാക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവർ വാങ്ങാൻ ആൾക്കാർ ഇതിലേക്ക് വരാത്തതിൻ്റെ കാരണം ഒന്നാമത് ഇവർ നല്ല രീതിയിൽ ഹൈറ്റിൽ പാറും. അതിന് നമുക്ക് വേണമെങ്കിൽ ചിറകൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കാം. അതായത് ഒന്ന് ഇടവിട്ട് ഇങ്ങനെ ചിറകട്ടെ, അതൊക്കെ നമുക്ക് വേറെ വീഡിയോ സെറ്റ്. പിന്നെ വേറെ മണക്കും എന്നൊരു ഇവരുടെ കഷ്ടം മണക്കും എന്നൊരു ഡൗട്ടുണ്ട്. ഇവർ അങ്ങനെ മണക്കൽ അങ്ങനെ കാര്യങ്ങൾ അങ്ങനെ ഇവർ നല്ല വൃത്തിയോട് കൂടിയാണ് ഇവർ താമസം അതെല്ലാം നടക്കുക. ഇതിപ്പോൾ ഇനി ഇവർക്ക് കുളിച്ചാൽ എപ്പോഴും ഒരു ഇവർ എപ്പോഴും വള്ളത്തിൽ കളിക്കാനും കുളിക്കാനും എല്ലാത്തിനും ആഗ്രഹിക്കുന്ന ഒരു ടീംസാണ് ഈ 3. നമ്മളിപ്പോൾ 3 തന്നെ വേണ്ടിട്ടുള്ളൂ. ഇതിൻ്റെ ജോഡിക്ക് തന്നെ നല്ല വില ഉണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, ഗുഡ് ബൈ. Thank you.